കോൺഗ്രസ്സിനൊരു നിലപാടില്ല, ഒരു കൃത്യമായ ആശയം കൈകാര്യം ചെയ്യാൻ അവർക്കാവുന്നില്ല, ദിശാബോധമില്ല. കോൺഗ്രസിൻ്റെ കേന്ദ്ര വക്താവ് രാജിവെച്ചല്ലോ, രാജിവെച്ചപ്പോൾ പറഞ്ഞത് കോൺഗ്രസ്സിന് ദിശാബോധമില്ല എന്നാണ്. അത് വളരെ ശരിയാണ്. പിന്നെ അതിന് കൃത്യമായൊരു നേതൃത്വമില്ല. ഇത് രണ്ടും അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ് കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ കൃത്യമായിട്ട് കാണാൻ സാധിക്കത്തക്ക രീതിയിലുള്ള അവസ്ഥയിലെത്തിയത്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് ഇല്ലാന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻറ്റിനോട് പൗരത്വ ഭേദഗതി നിയമവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. എല്ലാവരുടെയും അഭിപ്രായം എന്താണെന്നുള്ളത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്, പാർട്ടി പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് ഇന്ന് രാത്രി കഴിഞ്ഞ് നാളെ രാവിലെ ഞാൻ പറയാമെന്നാണ്. എത്രയോ ദിനരാത്രികൾ കഴിഞ്ഞു, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതിന് ശേഷമാണ് ഇപ്പോൾ പ്രകടന പത്രിക വന്നത്. പ്രകടന പത്രികയിൽ പണ്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്, ചില പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എനിക്കതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ ഈ കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ കത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താ? ഒന്ന്, ഈ രാജ്യത്തെ, ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റുന്നു എന്നുള്ള പ്രശ്നമാണ് പൗരത്വ ഭേദഗതി നിയമം കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിൽ പിന്നെ അവിടെ അഫ്ഗാനിൽ നിന്ന് വരുമോ പാകിസ്ഥാൻ വരുമെന്നുള്ളതല്ല, ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റുക. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ള ഇന്ത്യൻ ജനതയെ സംബന്ധിച്ച്, മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാ ജനങ്ങളെ സംബന്ധിച്ചും വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. അപ്പോൾ അത് പ്രകടന പത്രികയിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം എന്താ? അതിൽ ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ട്. നിലപാടില്ല എന്നല്ല, വ്യക്തമായി അതും പറഞ്ഞാൽ അത് സംശയം ഉണ്ടാവണ്ട. വ്യക്തമായ നിലപാടുണ്ട്. അതെന്താ? നിലപാടില്ല എന്നല്ല, ഇല്ല എന്നല്ല, അതിന് വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാട് BJPയുടെ ഹിന്ദുത്വ നിലപാടിൻ്റെ താഴെ മൃദു ഹിന്ദുത്വ നിലപാട് വെച്ചുകൊണ്ടാണ് എന്നതാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം.